വിവാഹം എന്ന കൺസെപ്റ്റിലുള്ള മാറ്റങ്ങൾ ഇതുവരെ അധികം വന്നിട്ടില്ല. എന്തായിരിക്കും അതിന് കാരണം? അത് ഈ ജനാധിപത്യപരമായ സ്കൂളുകൾ ആരംഭിക്കാത്തത് കൊണ്ടാണ്. രണ്ട് കാര്യമാണ് സംഭവിക്കേണ്ടത്. ഒന്ന്, വ്യവസായവൽകൃതമായ സമൂഹമാകും. അത് നമ്മൾ വിചാരിച്ച് സംഭവിക്കുന്നതാണ്, ആരെങ്കിലും പറഞ്ഞിട്ടല്ല. ലോകത്ത് വ്യവസായം വരാതെ കൃഷിക്കാരായി തുടർന്നാൽ നമ്മൾ ഈ ചെയ്യുന്നത് പോലുള്ള സ്ഥലത്ത് തന്നെ തുടങ്ങും. വ്യവസായം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം വ്യവസായം യൂറോപ്പിലെ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലാണ് സംഭവിച്ചത്. നമ്മുടെ സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചപ്പോഴാണ് ഫാക്ടറി രൂപപ്പെടുക എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. ഈ ഫാക്ടറി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫാക്ടറിയിലുള്ള മെഷീൻ പ്രവർത്തിപ്പിക്കാനുള്ള അറിവ് സ്കൂളിൽ കിട്ടത്തില്ല. സ്കൂളിൽ കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതില്ല, വീട്ടിൽ കിട്ടത്തില്ല. കുലത്തൊഴിലറിയുന്ന അമ്മയച്ഛന്മാർക്ക് ഈ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിന് ആവശ്യമുള്ള ആളുകളെ ഉണ്ടാക്കാനാണ് സ്കൂൾ ആരംഭിച്ചത്. അങ്ങനെയാണ് പബ്ലിക് സ്കൂളുകൾ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ഫാക്ടറിയോട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഈ ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കൂളുകൾ ആരംഭിക്കുമ്പോൾ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ എക്വിപ്ഡ് ആക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ അന്ന് ശ്രമിക്കുമ്പോൾ, ഫാക്ടറി തുടങ്ങിയാൽ ഉടനെ ആളുകൾ കൃഷിസ്ഥലത്തു നിന്ന് ഇങ്ങ് വരത്തില്ല. അവിടെ പലതരത്തിലെ കെട്ടുപാടുകളുള്ളവരാണ് അവിടെ എല്ലാം. നാട്ടിനകത്ത് 100 കടങ്ങളൊക്കെ മേടിച്ച് അവിടെ ബോണ്ടഡ് ലേബറായിട്ട് കഴിയുന്ന കൃഷിക്കാർ എല്ലാമാണ്. നമ്മളെ പോലെ ജാതി സമൂഹങ്ങളാണ് എല്ലാ സമൂഹങ്ങളിലും, തട്ടുതട്ടായ സമൂഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആളുകളിനകത്തുനിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയും അച്ഛനെയും അവന് പരിചയമുള്ളവരെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് വേണം ഈ ഫാക്ടറിക്ക് അടുത്ത് ജോലിക്ക് വരാൻ. എത്ര പേര് വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വരാൻ തയ്യാറാകത്തില്ല. അപ്പോൾ ആദ്യം ഫാക്ടറി ഉണ്ടാകുമ്പോൾ അത് പണിയെടുക്കാനായിട്ട് ആളെ കിട്ടത്തില്ല. അപ്പോൾ ഇവിടുന്ന് ഈ മുതലാളിമാർ ആളുകളെ പറഞ്ഞു വിട്ട് ഓരോ ഗ്രാമത്തിൽ അവിടെ പോയി പലതരത്തിൽ പറഞ്ഞ ആളുകളെ വിളിച്ചു കൊണ്ടുവന്നായിരുന്നു ഇവിടെ. അപ്പോൾ ഒരേ തരത്തിലുള്ള മനുഷ്യരെ ഒരിക്കലും കിട്ടത്തില്ല. പലതരത്തിലെ വിദ്യാഭ്യാസവും പലതരത്തിലെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരും പലതരത്തിലുള്ള സാമ്പത്തികമായ തട്ടുകളിൽപ്പെട്ട മനുഷ്യരിനകത്ത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന മനുഷ്യരില്ലേ, അവരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയാണ് ഈ ഫാക്ടറിക്ക് അടുത്തോട്ട് വന്നത്. ഈ പല തരത്തിലെ മനുഷ്യരെ ആകർഷിച്ച് ഒരു സ്ഥലത്ത് എത്തിച്ചപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് തട്ടായി ഉണ്ടായി വന്ന മനുഷ്യ സമൂഹത്തിന് വിരുദ്ധമായി വ്യത്യസ്തതകളായ ആളുകളെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന ആശയം തന്നെ ലോകത്ത്. അപ്പോഴാണ് ഈ ഒന്നിച്ചു കൂടിയവരെ എല്ലാവരും, നമ്മളെല്ലാവരും ജോലിക്കാരെന്നുള്ള നിലവാരത്തിൽ ഒരുപോലെ, അങ്ങനെയാണ് തൊഴിലാളി വർഗം ഉണ്ടായത്. അവിടെയാണ് ഈ കാറൽ മാർക്സ് ഈ സിദ്ധാന്തം, കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തം വികസിപ്പിക്കുന്നത്. ഫാക്ടറി ഉണ്ടായി അതിന് ചുറ്റുവട്ടത്തും ആളുകൾ ഒന്നിച്ചു കൂടിയപ്പോഴാണ് ആദ്യമായിട്ട് തട്ടില്ലാത്ത സമൂഹം, നമ്മളെല്ലാം ഒരുപോലെയാണ്, നഷ്ടപ്പെടുവാനൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഈ വരികൾ മുഴുവൻ ഉണ്ടാകുന്നത് ഈ വീടുകളിനകത്തു നിന്ന് വരാൻ കഴിയാതിരുന്ന ഒന്നിച്ചുകൂടി. അപ്പോഴാണ് ജാതി മത വ്യത്യാസങ്ങൾ ഒഴിവാക്കി നമ്മൾ ഒരുപോലെയാണെന്ന് പറയുന്ന ആദ്യത്തെ ആശയം രൂപപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന ജനാധിപത്യ സമൂഹത്തിൻ്റെ കേന്ദ്രം കിടക്കുന്നത് ഈ ഫാക്ടറിക്ക് ചുറ്റിപ്പറ്റിയാണ്. അവിടെ നിന്നാണ് തുല്യത എന്ന് പറയുന്ന, സമത്വം എന്ന് പറയുന്ന ആശയം. ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ആ സമത്വം ഉണ്ടായതിന് കാരണം ഇതുകൊണ്ടാണ്. മറ്റേത് എല്ലാവർക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയാണ്. അല്ല, പണിയില്ലാത്തവരല്ല, കൂലിയില്ലെന്നേ ഉള്ളൂ. അടിമകളും അടിയാളരും ആയിരിക്കുന്നവർക്ക് പണിക്ക് ഒരു കുറവില്ല. രാവിലെ 5 മണിക്ക് പണി തുടങ്ങിയാൽ രാത്രി 10 മണിയായാലും പണി തീരത്തില്ല. പക്ഷേ
സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് യാതൊരു സാധ്യതയും അവരുടെ ജീവിതത്തിനകത്ത് കൂലി ഉണ്ടാകാനും ഒരിക്കലും കിട്ടാനും കഴിവില്ലാതിരുന്നതാണ്. കൊടുക്കുന്നത് മേടിക്കുക, പദം. നമ്മളിവിടെ ഇങ്ങനെ കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ പദം കൊടുക്കത്തില്ല, അത്രേ കിട്ടുള്ളൂ. അതുകൊണ്ട് കഷ്ടിച്ച് ജീവിച്ചിരിക്കും. ഇയാൾ പറഞ്ഞ സർവൈവലായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്, കഷ്ടിച്ച് ജീവിച്ചിരിക്കും, അത്രേ ഉള്ളൂ. അന്നത്തെ കൃഷി എന്ന് പറയുന്നത് ചെയ്താൽ ജീവിച്ചിരിക്കാം എന്നുള്ളതല്ലാതെ അതിനകത്തുനിന്നും മറ്റൊന്നും ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല. ആളുകൾ കഷ്ടിച്ച് ജീവിക്കുന്നവരായിരുന്നു. സസ്റ്റനൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കഷ്ടിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ലോകമേ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഫാക്ടറിക്ക് ചുറ്റിനും ഒന്നിച്ച് കൂടിയപ്പോഴാണ് പരസ്പരം യോജിക്കാത്ത മനുഷ്യരാണ് ഈ തട്ടിലെല്ലാം ഉണ്ടായിരുന്നത്. അവിടെ ഉള്ളവരെ കൊണ്ടുവന്ന് പരസ്പരം യോജിപ്പിക്കുന്ന സമയത്താണ് തുല്യത എന്ന് പറയുന്ന ആശയം ആദ്യമായി മനുഷ്യ ചരിത്രത്തിലുണ്ടാകുന്നത്. അപ്പോഴാണ് സമത്വം എന്ന് പറഞ്ഞ വാഴ്ത്തി വരുന്നത്. സമത്വം വന്നാൽ ഉടനെ പറയേണ്ടി വരും സഹോദരി പറഞ്ഞു. കാര്യം പരസ്പരം നായരും ഈഴവനും പൊലയനും പറയനും വേട്ടുവനും ഒക്കെ ആയിട്ടിരുന്ന മനുഷ്യർ എന്ന് പറയുന്ന ഒരു ഏകകത്തിനകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന സമ്പ്രദായം ലോകത്ത് ആരംഭിക്കുന്നതുകൊണ്ടാണ് തുല്യതയും തുല്യതയുടെ സമത്വം എന്ന് പറയുന്നതും സാഹോദര്യം എന്ന് പറയുന്നതും സ്വാതന്ത്ര്യം. കാരണം അതുവരെ വല്ലവരും പഠിപ്പിച്ച് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ജീവിതവും അമ്മയുടെ ജീവിതവും ആയിരിക്കണം എന്ന് പഠിപ്പിച്ചതിൽ നിന്ന് മാറി സ്വതന്ത്രമായി തീരുമാനമെടുത്ത് പുത്തൻ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ആളും കൂടെ ആയപ്പോഴാണ് സ്വാതന്ത്ര്യം. അങ്ങനെ സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഈ ആശയം ചരിത്രത്തിൽ മനുഷ്യർക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ ഫാക്ടറിയിൽ ഈ സാധനം ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകൾ ആരെങ്കിലും താടിക്ക് കൈ കൊടുത്തിരുന്ന് പറഞ്ഞതല്ല. കൃത്യമായി അങ്ങനത്തെ ഒരു സ്ഥാപനം രൂപപ്പെടുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കാർമാസ് നന്നായി പറയുന്ന ഒരു സ്ഥലമാണത്. മണ്ണിൽ കട്ടപ്പെട്ട മനുഷ്യരെ വലിച്ചു കൊണ്ടുവന്ന് ഒരിടത്തെത്തിച്ചു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ആദ്യം ഇത് ഇയാളെന്ത് ഈ പറയുന്നതെന്ന് അന്ന് യൂറോപ്പിലിരുന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാകുകയില്ല. നമ്മൾ മണ്ണിൽ കിടക്കുന്നവരാണ്. കാരണം മണ്ണിലാണ് എല്ലാം ഇരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴും ഇവിടെ ആളുകൾ അങ്ങനെ പറയും. സമത്വം എന്ന് പറയുന്ന ആശയം അതിനു മുമ്പ് മനുഷ്യ ചരിത്രത്തിലില്ല. അവർ സമത്വം എന്ന് ഇപ്പോൾ എന്താണ് സിറ്റിസൺ എന്ന് പറയുന്ന വാക്ക് ഗ്രീസിലുണ്ടായിട്ടുണ്ട്. റിപ്പബ്ലിക് പ്ലേറ്റോ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ റിപ്പബ്ലിക്കിനകത്ത് ഒരു നഗരത്തിലുള്ള ആളും വേറൊരു നഗരത്തിലുള്ള ആളും തമ്മിലാണ് സിറ്റി സ്റ്റേറ്റുകളായിരുന്നതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നവരാണ് തരക്കാർ എന്ന് നമ്മൾ നാട്ടിൽ പറയത്തില്ലേ, നീ എൻ്റെ തരമല്ല. പിയർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് തരക്കാർ. നീ എൻ്റെ തരത്തിനുള്ളവരോട് പോയി സംസാരിക്കുന്നത് നമ്മൾ പറയും. ഇപ്പോഴും നമ്മൾ സംസാരിക്കണം, നീ തരക്കാരോട് സംസാരിക്കും. തരം എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ മാത്രമായിരുന്നു നമ്മൾ ഈ സമത്വം എന്ന് പറയുന്ന ആശയം അതിന് മുമ്പുണ്ടായിരുന്നു. എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന, നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആശയം വരുമ്പോഴാണ് ഒരോട്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രായം കൊണ്ടും ഞാൻ ഇത്രയും നാൾ ഇവിടെ കിടന്ന് പലതും ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 വോട്ടൊക്കെ തരേണ്ടതില്ലേ? പണ്ട് രാജാവിൻ്റെ കീഴിൽ കരം കൊടുക്കുന്ന അനുസരിച്ചിട്ട് വോട്ടുണ്ടായിരുന്നു. 2-3 വോട്ടുണ്ടായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വോട്ട് ചെയ്യാനുള്ള അവകാശം കരം കൊടുക്കുന്നതിനേ ഉള്ളൂ. ആ കരം തന്നെ കൂടുതൽ കൊടുക്കുന്നവന് കൂടുതൽ വോട്ട് കിട്ടുക. ഇങ്ങനത്തെ സ്ഥലത്തു നിന്ന് മാറി നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് എന്ന് പറയുന്ന ഓരോ വോട്ടും ഒരാൾക്ക് കൊടുക്കുന്ന ആശയം ലോകത്ത് രൂപപ്പെടുന്നത് ഈ ഫാക്ടറിയോട് ബന്ധപ്പെട്ട് തുല്യത എന്ന് പറയുന്ന സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഉണ്ടായി വന്നിരുന്ന സമ്പ്രദായത്തിനകത്തൂടാണ് നമ്മൾ ഈ പറഞ്ഞ മനുഷ്യർ രൂപപ്പെടുന്നത്. അപ്പോൾ ഇവർ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും അച്ഛനും എവിടെയായിരുന്നേ? കൃഷിസ്ഥലത്തിരുന്ന് കൃഷിക്കാർ. അവിടെ വിവാഹം എങ്ങനെ ചെയ്യും? ഒരു കുടുംബം വേറൊരു കുടുംബത്തിനെയാണ് കല്യാണം കഴിക്കുന്നത്. തരക്കാർ തമ്മിലായിരുന്നു കല്യാണം. മനസ്സിലാകണം, തരക്കാർ തമ്മിലുള്ള വിവാഹമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആള് പ്രധാനമല്ല, കുടുംബമാണ് നോക്കുന്നത്. തരക്കാരാണോ എന്നാണ് നോക്കുന്നത്. ഈ എന്താണ് കല്യാണം കഴിക്കുന്ന ആൾ പോലും അവിടെ വേണ്ട, പകരം ഒരാളവിടെ പോയി ഒരു പുടവ് എടുത്ത് പെണ്ണിനെ വിളിച്ച് വലിച്ചിട്ട്
നാരായണഗുരുവൊക്കെ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? നാരായണഗുരു കല്യാണം കഴിക്കാൻ അങ്ങോട്ട് പോയതേ ഇല്ല, പെങ്ങളാ പോയി പെണ്ണിനെ വിളിച്ചോണ്ട് വരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഇടപെടുന്നവർക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. അവരൊരു വലിയ ചങ്ങലയിലെ കണ്ണി മാത്രം, വ്യക്തികളായിട്ടില്ല, പൗരരായിട്ടില്ല, പ്രജകളും അടിയാളരും മാത്രമേ ഉള്ളൂ. അവർക്കാണ് വിവാഹമുള്ളത്. അപ്പോൾ വീട്ടിലുള്ളവർ മുഴുവൻ വിവാഹത്തിന് നടക്കുമ്പോൾ ഫാക്ടറിയിൽ ഒന്നിച്ചു കൂടിയ ആളുകൾ പരസ്പരം കണ്ട് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് പുത്തൻ വിവാഹ സമ്പ്രദായം തിരഞ്ഞെടുപ്പോടെ ഉണ്ടായത്. ഞാൻ തിരഞ്ഞെടുത്തു, അത് നീ ജാതി നോക്കിയോ മതം നോക്കിയോ തരക്കാരാണോ നോക്കിയോ സ്വത്ത് നോക്കിയോ എന്ന് വിചാരിച്ച് ബഹളം. അങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിനകത്ത് നമ്മൾ ഈ കൃഷി സമൂഹത്തിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന സ്കൂളിനകത്ത് വിദ്യാഭ്യാസം, ജനാധിപത്യ വിദ്യാഭ്യാസം തരുന്നോ? അതും തന്നിട്ടില്ല. പാതി ബന്ധ മനുഷ്യരാണ് നമ്മൾ. ഇതുകൊണ്ട് പ്രണയിച്ചാലും വീട്ടുകാരുടെ സമ്മതം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് പഠിച്ചാൽ തൊഴിൽ കിട്ടത്തില്ല, ജോലി കിട്ടത്തില്ല, വല്ലവരും വിളിച്ച് തരണം. അപ്പം അമ്മയുടെ അച്ഛൻ്റെ സ്വത്തിലൊരു കണ്ണും വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഇത് കിട്ടാതെ നമുക്ക് ഇതിപ്പോൾ അവരുടെ കൂടെ പോകണോ അവൻ്റെ കൂടെ പോകണോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. മനസ്സിലായോ? ഞാനിതൊക്കെ പറയുന്നത് അതൊക്കെ അറിയാതെ ഇത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് രണ്ടും കെട്ടവരാണ് നമ്മളെല്ലാം, രണ്ടും കെട്ടവരാണ്. കൃഷി സമൂഹത്തിൽ നിന്ന് പോകുന്നതുമില്ല, വ്യവസായ സമൂഹത്തിൽ എത്തിച്ചേർന്നിട്ടുമില്ല. രജിസ്ട്രേഷൻ കല്യാണം രണ്ട് പ്രണയിച്ചവരെ പോലീസും അമ്മയും അച്ഛനും കൂടെ പിടിച്ച് കോടതി കൊണ്ടുചെല്ലുമ്പോൾ കോടതി പറയും നിങ്ങൾ രണ്ടുപേരുടെ ഒന്നിച്ച് വെക്കോ. അതുവരെ തെറ്റുകാരാണ്. വീട്ടുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിൽ തെറ്റുകാരാണ് പ്രണയിച്ചവർ, തിരഞ്ഞെടുത്തവരെ. പക്ഷെ കോടതി ചെല്ലുമ്പോൾ നിയമം മറ്റേതാ, ജനാധിപത്യ ആകെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഭരണഘടന മാത്രമാണ്. അതിൻ്റെ ഒരു കരുവും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ആകെ ഒരു കമ്പളം, ഞാൻ ഒരു പുതപ്പിട്ട് ഈ സകല പഴഞ്ചൻ സമ്പ്രദായത്തിന് മുകളിൽ ഇങ്ങനെ പുതപ്പിട്ട് മൂടിയതുപോലെ ഈ ഭരണഘടന നമ്മുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നു. ആ കാലഘട്ടത്തിലാണ്. അത് കാരണം കൊണ്ട് വീട്ടിനകത്തേക്ക് പോയാൽ വീട്ടുകാർ പറഞ്ഞ് ചെയ്യിക്കുന്ന വിവാഹം ചെയ്യേണ്ടി വരും. സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ തിരഞ്ഞെടുക്കാനായിട്ട് ആവശ്യപ്പെടും. ഇങ്ങനെ ദ്വന്ദ്വം, സ്കിസോഫർണിയ എന്ന് പറയും ഇംഗ്ലീഷിൽ. രണ്ട് വ്യക്തിത്വമുള്ള മനുഷ്യരായിട്ട് ഈ നമ്മുടെ നാട്ടുകാർ മുഴുവൻ മാറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നാൽ ആളുകൾ പറയും അണ്ടിയോട് അടുക്കുമ്പോഴേ പുളി അറിയൂ എന്ന് പറയുന്ന പോലെ അവൻ്റെ സ്വഭാവം അറിയണം, തനി സ്വഭാവം അറിയണമെങ്കിൽ വീട്ടിൽ ചെല്ലണമെന്ന് പറയും. വീട്ടിൽ ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ കൊണ്ട് എവിടെ നിന്നാണ് ആളിനെ കിട്ടും. അപ്പോഴാണ് പ്രണയിക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റത്തില്ല, ഈ ആളെന്താണ്. ജീവിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ, അയ്യോടാ ഇവൻ നല്ല അഭിനയകർത്താവ് അല്ലെങ്കിൽ അവൾ നല്ല അഭിനയകർത്താവാണെന്ന് പഠിച്ചു. ഈ ഒരുവിധമുള്ള യുക്തിവാദികളായ പുരുഷന്മാർ മുഴുവൻ പറയും ഭാര്യയെ ഒഴിച്ചു ബാക്കി ആരെ വേണമെങ്കിലും ഞാൻ ശരിയാക്കാം, വേറെ ആരും. ഭാര്യയോട് ചോദിച്ചാൽ ഭർത്താവിനെ ഒരിക്കലും ശരിയാക്കാനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകം. അങ്ങനെ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള ആളുകളെ ഉണ്ടാക്കിയിരിക്കുന്ന സമൂഹങ്ങളാണ് നമ്മൾ. അതുകൊണ്ടാണ് സിനിമയ്ക്കകത്ത് പ്രണയിക്കുന്നവരുടെ ഒപ്പമാണ് നമ്മളെല്ലാവരും, അമ്മയും അച്ഛനും മക്കളും സഹിതം. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പ്രണയിക്കുന്ന സമയത്ത് ആരുടെ കൂടെയാണ് ഈ അമ്മയും അച്ഛന്മാരും നിൽക്കുന്നത്? ഭയങ്കര ആ പ്രണയിക്കുന്നവരുടെ ഒപ്പമാണ്. നമ്മളെല്ലാവരും പ്രണയിക്കുന്നവരുടെ ഒപ്പമാണ്. സിനിമ എടുക്കുമ്പോൾ സിനിമ കാണുമ്പോൾ ഇങ്ങനെ നോക്കണം ഈ അമ്മയും അച്ഛനെയൊക്കെ. ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് ഈ അച്ഛന്മാരൊന്നും തീരെ ശരിയല്ലെന്നൊക്കെ പറയുകയുണ്ട്. പക്ഷെ നമ്മളാരെങ്കിലും ഒന്ന് പ്രണയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഥയങ്ങ് മാറും. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ സ്വപ്നത്തിൽ കഴിയുന്ന സിനിമ. എന്നാൽ ബോംബെ സിനിമ കണ്ടാൽ വടക്കേ ഇന്ത്യക്കാർ മുഴുവൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ആ പ്രണയം അവരാരും കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ല, സ്വപ്നത്തിൽ കഴിയുന്നവരാണ്. അതുകൊണ്ട് ഈ ദ്വന്ദ്വ വ്യക്തിത്വമുള്ള കീറിപ്പോയ ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് രണ്ട് തരത്തിലാണ് നമ്മൾ ഈ തിരഞ്ഞെടുക്കലും അല്ലെങ്കിൽ പ്രണയവും ഒക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ മറുവശത്ത് സ്ഥിരമായി കാണുന്നൊരു കാര്യമുണ്ട്, പ്രണയപ്പക മൂലമുണ്ടായ കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ. അപ്പോൾ ഇവിടെ കൃത്യമായി തിരഞ്ഞെടുക്കുമ്പോഴും മറുവശത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൺസെൻറ്റ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനെ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും
പരാജയപ്പെടുന്നുണ്ട്. എന്തായിരിക്കാം അതിനുള്ള കാരണം? പ്രണയപ്പകയെ പറ്റി പറയുമ്പോൾ ഓണർ കില്ലിംഗ് ഉള്ള കാര്യം ഇതിനെപ്പറ്റി പറയുന്നില്ലല്ലോ. ദുരഭിമാന കൊലയുണ്ടല്ലോ ഇഷ്ടം പോലെ. അതേ ആളുകൾ തന്നെയാണ്. ദുരഭിമാനം അല്ലാതെ പ്രണയക്കാർ മാത്രം കൊല്ലുന്നു, അമ്മയും അച്ഛനും കൊന്നുണ്ട്. അത് മുഴുവനാണെന്ന് വെട്ടിക്കൊന്ന് വരമ്പ് പിടിച്ച നാട്ടിലിരുന്നുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോമിയോ ആൻഡ് ജൂലിയറ്റ് ഇവിടെ ആണോ ഉണ്ടായത്? അന്ന് കേരളത്തുകാരാണോ? അതെന്തായിരുന്നു കഥ? ഡെസ്ഡിമോണയുടെ കഥ എന്താണ്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രശ്നമൊന്നുമല്ല. വസ്തുക്കളായി അന്യരെ വസ്തുക്കളായി കാണാൻ പഠിപ്പിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. പെൺകുട്ടികളെ ആൺകുട്ടികളെ വിളിക്കുന്ന സാധനം എന്നല്ലേ? ഇതേ ഒരു സാധനം വരുന്നുണ്ടെന്ന് അങ്ങനല്ലേ പറയുന്നത്? ചരക്ക് വരുന്നെന്നല്ലേ പറയുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന നമ്മളെല്ലാം സാധനങ്ങളും ചരക്കുകളുമാണ്. ആണും പെണ്ണൊന്നും അല്ല, അടിമകളാണ്. അതുകൊണ്ട് വസ്തുക്കളാക്കി മാറ്റിപ്പോയവരുടെ എൻ്റെ വസ്തു നഷ്ടപ്പെട്ടു പോകുമെന്നും തോന്നുന്നുണ്ട് വഴക്കിടുന്നതും കൊല്ലുന്നവരാണ്. അല്ലാതെ അവരാരും ജനാധിപത്യപരമായി പ്രണയിച്ചിട്ടൊന്നുമില്ല. കോഴിയെ ഇണക്കി പിടിക്കുന്നത് പോലെ. കോഴിയെ പിടിക്കുന്നത് കോഴിക്ക് വേണ്ടിയാണോ? ക്രിസ്മസിൻ്റെ തലേന്ന് വരെ കോഴിയുടെ വിചാരം എന്തുവാണ്? ഇവർ ഭയങ്കര സ്നേഹത്തോടെ ഇതെല്ലാം ഭക്ഷണം എല്ലാത്തിനും വാ 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 എന്നൊക്കെ പറയും. ക്രിസ്മസ് വരുന്ന ദിവസം അറിയും, അയ്യോ ഇങ്ങനെയാണ് കാര്യം. ഇതുപോലുള്ള പ്രണയമേ ഉള്ളൂ. അല്ല നിങ്ങൾ വിചാരിക്കുന്ന ഇവിടെ പ്രണയിക്കുന്നൊന്നുമില്ല ആരും. പ്രണയിക്കണമെങ്കിൽ സ്വതന്ത്രമായ വ്യക്തികളുണ്ടായാലേ തിരഞ്ഞെടുക്കുന്നതിനകത്ത് സമ്മതം കൊടുക്കാനായിട്ട് അറിഞ്ഞ് സമ്മതം കൊടുക്കാൻ, ഇൻഫോംഡ് കൺസെൻറ്റ് കൊടുക്കാനുള്ള കഴിവുള്ളവരും ഉണ്ടാകാതെ പ്രണയം ഉണ്ടായെന്ന് പറയല്ലേ. പ്രണയമൊന്നുമില്ല. വേലിക്ക് നിന്ന് വെറുതെ കാര്യം പറഞ്ഞവരെ പിടിച്ച് കെട്ടിക്കുന്നതാണ് നമ്മൾ പ്രണയമായിട്ട് വിചാരിക്കുന്നത്. കുറച്ച് കത്ത് എഴുതിയിട്ടുണ്ടാകും. ആ കത്ത് വായിച്ചിട്ട് മുഹമ്മദ് ബഷീറൊക്കെ കത്തെഴുതി തന്നെ കഥ എഴുതിയിട്ടുണ്ട്. ഒറ്റ ഒരെണ്ണം ബഷീർ സഹിതം പ്രണയിച്ചിട്ടില്ല. ഇത് അറിയാം. നമ്മളിതൊക്കെ ഇനി ബഷീർ പ്രണയിച്ചായിരുന്നു, ഞാനത് മറന്നുപോയി. ഇനി നോക്കണം. ബഷീർ ആയതുകൊണ്ട് ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷെ ബാക്കി എനിക്കറിയാവുന്ന ഒരു സാഹിത്യകാരന്മാരും ഒന്നും ഈ കവിതയും കഥ എഴുതിയിട്ടുള്ളതല്ല. അതവനെല്ലാം ഈ കല്യാണം കഴിച്ചിട്ടുള്ളൂ. വസ്തുക്കളാക്കിയ പാർട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലൊരു പണിയല്ലത്. ജാതിയും മതവും കടന്ന് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പഠിക്കാതിരിക്കുന്ന സമൂഹത്തിൽ പ്രണയം നടക്കത്തില്ല. ജനങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവരല്ല. നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ജാതിയും മതവും നോക്കി തന്നെ വോട്ട് കൊടുക്കുന്നവരാണ്. നമ്മുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്നവരാണ്. അല്ലാതെ ഈ സ്വന്തമായ വ്യക്തിത്വമുള്ള, സ്വതന്ത്രമായി തീരുമാനിക്കാൻ കഴിവുള്ളവർ ഇല്ലാത്ത നാട്ടിൽ പ്രണയമുണ്ടെന്ന് പറയരുത്. കോഴിയെയും ആടിനെയും ഒക്കെ കൃഷിക്കാരെങ്ങനെ വളർത്തുകയും അവരുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് അത് കഴിഞ്ഞിട്ട് അതിനെ വേവിച്ച് തിന്നുന്നത് പോലുള്ള പ്രണയങ്ങളേ ഉള്ളു. കുഞ്ഞാടുകളോടുള്ള പ്രണയമേ ഉള്ളു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന നേരത്തിൽ വ്യക്തിത്വമുള്ള മനുഷ്യരായി മാറി ഡേറ്റ് ചെയ്ത് പരസ്പരം അറിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന പ്രണയങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല.